ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഒരു നല്ല കാര്യം പറയാൻ വിളിച്ച് മനുഷ്യനെ കാണുമില്ലല്ലോ. വേണുവേട്ടാ, നീ എന്താടെ എന്നെ ഇങ്ങനെ നോക്കുന്നേ? അപ്പൊ അമ്മ അച്ഛനും തമ്മിലുള്ള വഴക്ക് തീർന്നാ? ഇത് നിനക്ക് തരാൻ വേണ്ടി നിന്റെ അമ്മ എന്റെ കൈ തന്നതാ പിറന്നാൾ സമ്മാനം. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ സാർ. എന്നാ നിങ്ങൾ ചെല്ല്. വാ മേഡം. അമ്മ ഇറങ്ങിയോ? നീ കേറുന്നില്ലേ? ഇല്ല. അതെന്താ, രമ്യയെ കാണുന്നില്ലേ? അവൾക്ക് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ലല്ലോ, പിന്നെന്തിനാ കാണുന്നേ? അപ്പൊ ഞാൻ ചോദിച്ചതിന് നിന്റെ ഉത്തരം അത് തന്നെ, ഒരു മാറ്റവും. ലതേച്ചിയാണല്ലോ. ലതേച്ചിയോ? അതാരാ? ഞാനില്ലാത്തപ്പോ വീട്ടിൽ സ്ത്രീക്കൊരു സഹായി അവരാണ്. ആ ലതേച്ചി പറയ്. കൺഗ്രാചുലേഷൻസ് ഹരീഷേ. എന്താ ലതേച്ചി, ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. വെറുതെ ഒരു കാര്യമില്ലാതെ ഞാൻ കൺഗ്രാചുലേഷൻസ് പറയോ? ഇവിടെ ഒരു വിശേഷമുണ്ട്. എന്ത് വിശേഷം? ശ്രീലക്ഷ്മിക്ക് ഒരു തലകറക്കം ഉണ്ടായി. ഓ, എന്നിട്ട്? പേടിക്കാനൊന്നുമില്ല, സന്തോഷിക്കാനുള്ള കാര്യമുള്ളത്. ഞാൻ ശ്രീയെ അടുത്തുള്ള മെഡിക്കൽ സെന്ററിൽ കൊണ്ടുപോയി. ശ്രീക്ക് വിശേഷമുണ്ട്. ഹരീഷ് ഒരച്ഛനാവാൻ പോകുന്നു. താങ്ക് യു ചേച്ചി, ഈ ഗുഡ് ന്യൂസ് പറഞ്ഞതിന്. ഞാൻ 10 മിനിറ്റ് അവിടെ എത്താം. എന്താടാ ഇത്ര സന്തോഷം? എന്താ ലോട്ടറി അടിച്ചോ? ആ, അമ്മയുടെ ക്യാരക്ടർ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ലോട്ടറി ഒക്കെ അടിച്ചാലല്ലേ സന്തോഷം വരും. ഞാൻ സന്തോഷിക്കുന്നത് അതൊന്നും കൊണ്ടല്ല. അമ്മയെ ശ്രീക്ക് വിശേഷമുണ്ട്. അമ്മയൊരു അമ്മുമ്മയാവാൻ പോവാ. അമ്മേ, ശ്രീലക്ഷ്മി പ്രഗ്നന്റ് ആണ്. ശരി, ഞാൻ പോവാ. ഇത് ഞാൻ സമ്മതിക്കില്ല. എന്റെ മകന്റെ ജീവിതവും മകളുടെ ജീവിതവും ആ തെണ്ടിക്കൂട്ടങ്ങൾ തകർത്തു. ഒരു ഗതിയും പരഗതിയില്ലാത്ത അലവലാദികൾ. അവളുടെ വയറ്റില് എന്റെ മകന്റെ കുഞ്ഞ് വളരാൻ ഞാൻ അനുവദിക്കില്ല. അവളെ കളഞ്ഞിട്ട് അവൻ എന്റെ കൂടെ വരണം. ഞാൻ വരുത്തും. ഇത് അമ്മയുടെ ഫോണാണല്ലോ. അമ്മയുടെ ഫോൺ അങ്ങനെ തോന്നുന്നെടുത്തിട്ട് പോകും. ഏതെടുത്ത് പറ.
അമ്മ ഇതിലാരും വിളിക്കുന്നു. ആ ഇത് ശ്രീമോളല്ലേ? നിനക്ക് എടുക്കാൻ പാടില്ലായിരുന്നോ? അയ്യോ അവളായിരുന്നോ? ഞാൻ നോക്കിയില്ല. ആ മോളെ, അമ്മേ, ഒരു സന്തോഷമുള്ള കാര്യമുണ്ട്. അത് പറയാൻ ഞാനിപ്പോ വിളിച്ചേ. സന്തോഷമുള്ള കാര്യോ? എന്താ മോളെ? അമ്മേ, എനിക്ക് വിശേഷമുണ്ട്. വിശേഷോ? എന്ത് വിശേഷം? ഹോ, ഈ അമ്മ ഇങ്ങനെ ഒരു പൊട്ടിയായി പോയല്ലോ. അമ്മേ, ഞാനൊരു അമ്മയാവാൻ പോകുന്നൂന്ന്. എന്താ ഞാനീ കേക്കണേ? എന്റെ ചക്കരെ. എന്താടി? ഹരീഷ് ഈ വിവരം അറിഞ്ഞോ? ഞാൻ വിളിച്ചു പറഞ്ഞമ്മേ. എന്നാ മോള് ഫോൺ വെച്ചോ, ഞങ്ങള് വേഗം അങ്ങോട്ട് വരാം. അതിനു മുമ്പ് ഈ സന്തോഷ വാർത്ത ഇവിടെ എല്ലാവരെയും അറിയിക്കട്ടെ. ശരി അമ്മേ. വേണുവേട്ടാ, 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 ശ്ശോ, ഒരു നല്ല കാര്യം പറയാൻ വിളിച്ച് ഈ മനുഷ്യനെ കാണുമില്ലല്ലോ. വേണുവേട്ടാ, ശ്ശോ. നീ എന്താടെ എന്നെ ഇങ്ങനെ നോക്കുന്നേ? അപ്പൊ അമ്മ അച്ഛനും തമ്മിലുള്ള വഴക്ക് തീർന്നാ? ഞാൻ ആ കാര്യം മറന്നുപോയി. ഞാൻ ആരെയും വിളിച്ചിട്ടൊന്നുമില്ല. എന്തിനാണ് വിളിച്ചേ? ഞാനിവിടെ ആരെയും വിളിച്ചിട്ടൊന്നുമില്ല. ആ പിന്നെ എല്ലാരോടും കൂടി ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട്. അല്ല, സന്തോഷമുള്ള കാര്യമാണെങ്കിൽ കൊച്ചമ്മണിയും കൂടെ ഒന്ന് കേക്കട്ടെ. നമ്മുടെ ശ്രീലക്ഷ്മിക്ക് വിശേഷമുണ്ട്. അവള് ഒരു കുഞ്ഞിന്റെ അമ്മയാവാൻ പോവാ. അമ്പടി ഭയങ്കരി. അതെ, ഈ സന്തോഷം നമുക്ക് സെലിബ്രേറ്റ് ചെയ്യണം. നമുക്കേ എല്ലാവർക്കും കൂടെ ഒരു വലിയ ഹോട്ടലിൽ പോവാം. മട്ടൻ ചാപ്സും ചിക്കൻ സൂപ്പും ഒക്കെ കഴിക്കാം. പിന്നെ ചിക്കൻ സൂപ്പ്. അമ്മേ, നമുക്ക് എത്രയും പെട്ടെന്ന് ശ്രീയെ കാണാൻ പോണം. നിങ്ങൾ രണ്ടുപേരോട് തയ്യാറാവും, ഞാൻ റെഡി ആവട്ടെ. വേം വാ മോളെ. ഹോട്ടലിൽ പോണെന്ന് പറഞ്ഞപ്പോ നിന്റെ ഭാര്യയുടെ ഒരു നോട്ടം. ആ രുക്മിണിയുടെ വംശത്തിൽ ഒരു കൊച്ചു കുരുപ്പാ ജനിക്കാൻ പോണത്. എവള് ഗർഭിണിയാണെന്ന് അറിഞ്ഞാലേ അവള് കൈക്കോടാലി എടുക്കും. എന്തെങ്കിലും എടുത്തോട്ടെ, നിങ്ങളൊന്ന് തൊള്ള തുറക്കാതിരിക്കാൻ പറ്റുമോ? നാശം.